ഇവനെ കൊണ്ട് അമ്പലത്തിൽ ചെന്നപ്പോ അവിടെ ACP എത്തിയോ? ACP ഇവനെ കണ്ടോ? ACP എന്നെ കണ്ടില്ല, വൃന്ദയെ കണ്ടു. ACP അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അയാളെ നിന്നെ കണ്ടില്ലെന്ന ഭാവം നടിക്കുകയും നിന്നെ കാണുകയും ചെയ്തിട്ടുണ്ടാവും. പോലീസുകാര് പ്രത്യക്ഷത്തിലൊന്നും പ്രകടിപ്പിക്കില്ലല്ലോ. വൃന്ദേ, ACPക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? അത് സംശയം ACPക്ക് ഒരു സംശയവും തോന്നിയിട്ടില്ല. അയാൾ അവിടെ വെച്ച് വൃന്ദയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് ACP മുമ്പിൽ കണ്ടപ്പോ ഞാൻ ടെൻഷനായി പോയി. ACP വന്നതുകൊണ്ട് ഇവന് നല്ലപോലെ തൊഴാൻ പോലും കഴിഞ്ഞില്ല. ACP വന്നതുകൊണ്ടാ എനിക്ക് നല്ലോണം തൊഴാൻ പറ്റിയത്. വൃന്ദയ്ക്ക് ശരിയായിട്ട് തൊഴാൻ പറ്റുമെന്ന് എന്റെ സംശയം. അതെന്താ? അതിനയാള് വൃന്ദയെ തൊഴാൻ സമ്മതിക്കണ്ടേ? അയാളുടെ ഇടപെടലും സംസാരമൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നി അയാൾ അപ്പൊ തന്നെ വൃന്ദയെ കല്യാണം കഴിക്കുമെന്ന്. അത് നിന്റെ മാത്രം തോന്നല. എനിക്ക് അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും വൃന്ദ അമ്പലത്തിൽ പോകുന്ന സമയം കണ്ടുപിടിച്ച് ACP എങ്ങനെ അവിടെ എത്തി? ACPക്ക് ഇവളെ കണ്ടപ്പോ മുതലൊരു ഇളക്കമുണ്ടല്ലോ. നമ്മളെ കാണുമ്പോഴെല്ലാം അയാൾ കണ്ണറിയുന്നതേ വൃന്ദയുടെ മുഖത്തേക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി കല്യാണാലോചനയുമായിട്ട് ACP എപ്പ എത്തുമെന്ന് മാത്രം അറിഞ്ഞാ മതി. വൃന്ദയ്ക്കുള്ള ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എങ്ങനെ കല്യാണം നടക്കും? ഇനി അയാൾ അവിടെ വെച്ച് തന്നെ പ്രപ്പോസ് എങ്ങാനും ചെയ്തോ? ആരോ? നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല, താനെന്തിനാ പിന്നെ അവിടെ വെച്ച് ടെൻഷനായത്? ACP ആയിട്ട് സംസാരിച്ചോണ്ട് നിന്നപ്പോ വൃന്ദ നല്ലപോലെ ടെൻഷനായി. നീ എന്തിനാ ടെൻഷനായത്? അത് ഇവൻ പറഞ്ഞ കാര്യത്തിനൊന്നുമല്ല. ACP എന്നോട് ഇവന്റെ കാര്യത്തെ പറ്റിയാ ചോദിച്ചേ. അയാൾ എന്നെ പറ്റി ചോദിച്ചോ? നിന്നെ പറ്റിയാ അയാൾ എന്നോട് ചോദിച്ചോണ്ടേ ഇരുന്ന്. ACP ഇവനെ പറ്റി ചോദിച്ചെങ്കിൽ അത് പ്രശ്നമാണല്ലോ. ഇവനെ പറ്റി ACP എന്താ ചോദിച്ചത്? റെസ്റ്റോറന്റിലെ സംഭവത്തിന് ശേഷം ഇവൻ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയോ ഹെൽപ്പ് ചോദിക്കുകയോ ചെയ്തോന്നാ ACP ചോദിച്ചേ. അമ്പലത്തിൽ വെച്ച് താൻ എന്നോട് പറഞ്ഞ ഞാൻ ടെൻഷൻ ആവണ്ടെന്നല്ലേ? അത് നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ACPക്കും സംശയം ഉണ്ടല്ലേ? പോലീസായാലും രുദ്രനായാലും ആരവിനെ തേടി നമ്മുടെ അടുത്തേക്കാണല്ലോ വരുന്നേ. ഈ സംശയങ്ങൾ നമ്മൾ അവഗണിക്കരുത്. എത്രയും പെട്ടെന്ന് ഇവന്റെ അമ്മയെ കണ്ടെത്തിയെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടായേനെ. എന്താ തിരുമേനി, അവിടെ എന്തുണ്ട് വിശേഷങ്ങൾ? അങ്ങയുടെ കൊച്ചുമോളൂടെ വന്നായിരുന്നു. വിശേഷാൽ ഒരു പൂജ നടത്താൻ വന്നതാ. ദേവിക്ക് പൂജ നടത്തി പോവുകയും ചെയ്തു. നന്നായി. ഞാൻ പറയാറുള്ള പൂജകളൊക്കെ അവൾ മുടങ്ങാതെ വന്ന് ചെയ്യുന്നുണ്ടല്ലോ. അവള് കൂട്ടുകാരുമായിട്ടാണോ വന്നത്? കൂടെ കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. വിശേഷ്യ വേറൊരാളുണ്ടായിരുന്നു. അതാരാ? ഇവിടെ എല്ലാരും അറിയുന്ന ഒരാളാ. ഈ സ്ഥലത്തെ ACP ഇന്ദ്രജിത്ത് സാറാ മോളോടൊപ്പം വന്നത്. ഇന്ദ്രജിത്തും വൃന്ദമോളും ഒന്നിച്ചാണോ അവിടെ പൂജയ്ക്ക് വന്നത്? രണ്ടാളും ഒരുമിച്ചാ വന്നത്. ഒരുമിച്ച് പൂജ കണ്ടു തൊഴുതു. ഒരുമിച്ചാ മടങ്ങിയതും. ഇന്ദ്രജിത്ത് സാറിനെ അറിയാമല്ലോ, നമ്മുടെ ബ്രഹ്മദത്തൻ തിരുമേനിയുടെ കൊച്ചുമകൻ. അറിയാം. ഏതായാലും അവൾ അവിടെ വന്ന് പൂജ നടത്തിയല്ലോ, സന്തോഷമായി. ശ്രീദേവി, എന്താ വലിച്ച? വൃന്ദയും ഇന്ദ്രജിത്തും ഇന്ന് ഒരുമിച്ചാണ് ക്ഷേത്ര ദർശനത്തിന് പോയത്. അവിടുത്തെ തിരുമേനിയാ വിളിച്ചു പറഞ്ഞത്. അവര് രണ്ടുപേരും പരസ്പര ഇഷ്ടത്തിലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. വൃന്ദയും ഇന്ദ്രജിത്തും തമ്മില് ഇഷ്ടത്തിലായ സ്ഥിതിക്ക് നമുക്ക് അവരുടെ വിവാഹം നടത്തണം. ഞാനും അതേക്കുറിച്ച് ആലോചിച്ചത്. ഇക്കാര്യം വൃന്ദയോടൊന്ന് സൂചിപ്പിക്കണ്ടേ? വേണ്ട, ഇപ്പൊ ഇക്കാര്യത്തെ പറ്റി വൃന്ദയോട് വിളിച്ചു പറയണ്ട. രണ്ടുപേരുടെയും ഗ്രഹനിലകൾ നോക്കണം, അത് കഴിഞ്ഞു പറയാം. അൺനോൺ നമ്പർ? അതെ, അങ്ങനൊരു കോളാണ് എനിക്ക് വന്നത്. അങ്ങനൊരു കോൾ വന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ ഇതൊന്ന് നോക്കിയേ.
സെയിം കോൾ. എനിക്ക് വന്ന അതേ അൺനോൺ നമ്പർ കോള് തന്നെയാണ് മാഡത്തിനും വന്നിരിക്കുന്നത്. ഡോക്ടർ, ഈ കോൾ എവിടെ നിന്നാണെന്നോ ആരുടെയാണെന്നോ അറിയാൻ കഴിയുമോ?